നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി പണം ലഭിക്കുന്ന കേരളത്തിലെ കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഇപ്പോൾ ഒരു കാര്യമാണ് കാത്തിരിക്കുന്നത്. അടുത്ത ഗഡു എപ്പോൾ വരും? അതിലും പ്രധാനപ്പെട്ട ചോദ്യം, അടുത്ത ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുമോ? കാരണം ഞാൻ PM കിസാൻ ഗുണഭോക്താവാണ്. കഴിഞ്ഞ തവണ പണം കിട്ടി, അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി വീട്ടിലിരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ അപകടകരമായേക്കാം. ഇപ്പോൾ ഔദ്യോഗിക PM കിസാൻ പോർട്ടലിൽ തന്നെ കർഷകരോട് നോ യുവർ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ KYC നിർബന്ധമാണെന്നും പോർട്ടൽ വ്യക്തമാക്കുന്നു. അതേസമയം ചില സംശയാസ്പദ കേസുകളിൽ അർഹത സംബന്ധിച്ച പരിശോധന പൂർത്തിയാക്കുന്നതുവരെ ആനുകൂല്യം താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ടാകുന്നുവെന്നും കേന്ദ്രത്തിന്റെ പോർട്ടലിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ KYC ശരിയാണോ? അതുപോലെ ആധാർ ബാങ്ക് ലിങ്കേജ് ശരിയാണോ? ഭൂമി സംബന്ധമായ വിവരങ്ങൾ ശരിയാണോ? പേയ്മെന്റ് സ്റ്റാറ്റസ് എന്താണ് കാണിക്കുന്നത്? 24ാം ഗഡു 2000 രൂപ തന്നെയാണോ? 9000 രൂപയാക്കി തുക ഉയർത്തിയോ? എപ്പോൾ ഇത് പ്രതീക്ഷിക്കാം? ഇതെല്ലാം നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ വിശദമായി നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ KYC PM കിസാൻ പോർട്ടൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ KYC ഈസ് മാൻഡേറ്ററി ഫോർ PM കിസാൻ രജിസ്റ്റേർഡ് ഫാമേഴ്സ്. ഇവിടെ പല കർഷകരും എന്ത് തെറ്റാണ് ചെയ്യുന്നത് നോക്കാം. എനിക്ക് കഴിഞ്ഞ 5 തവണയും പണം കിട്ടി, അതുകൊണ്ട് ഈ KYC എന്തിനു വീണ്ടും നോക്കണം? പക്ഷേ ബെനിഫിഷ്യറി റെക്കോർഡിലെ നിലവിലെ സ്റ്റാറ്റസ് ആണ് പ്രധാനപ്പെട്ടതെന്നുള്ളത് മറക്കരുത്. അതിനാൽ നിങ്ങളുടെ ഇപ്പോൾ PM കിസാൻ ബെനിഫിഷ്യറി ആണെങ്കിൽ ഈ KYC സ്റ്റാറ്റസ് പരിശോധിക്കണം. ഔദ്യോഗിക സംവിധാനത്തിൽ OTP ബേസ്ഡ് ഈ KYC സൗകര്യം ലഭ്യമാണ്. ആധാറുമായി ബന്ധപ്പെട്ട ആക്റ്റീവ് മൊബൈൽ നമ്പറായ, അതായത് നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ആക്റ്റീവായ മൊബൈൽ നമ്പർ ആവശ്യമായ സാഹചര്യത്തിൽ OTP ഉപയോഗിച്ച് ഈ KYC നിങ്ങൾക്ക് പൂർത്തിയാക്കാം. അതിന് പുറമെ ബയോമെട്രിക് ബേസ്ഡ് ഈ KYC സൗകര്യവും ലഭ്യമാണ്. CSC സെന്റർ ഉൾപ്പെടെയുള്ള അംഗീകൃത സംവിധാനങ്ങൾ വഴി ബയോമെട്രിക് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള സംവിധാനം PM കിസാൻ ഒരുക്കുന്നുണ്ട്. അതായത് മൊബൈൽ OTP ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓതറൈസ്ഡ് ബയോമെട്രിക് സംവിധാനത്തിലൂടെ ചെയ്യാനും വഴികളുണ്ട്. അതുപോലെ തന്നെ ഈ KYC ചെയ്തു എന്ന് ഓർമ്മയുള്ളത് മതിയാവില്ല. സ്റ്റാറ്റസ് ശരിയാണോ എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി രണ്ടാമത്തെ പ്രധാന വിഷയം, PM കിസാൻ തുക DBT വഴി കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഔദ്യോഗിക KYC രേഖകൾ ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറുന്ന സംവിധാനത്തെ വിശദീകരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവ ശരിയായ നിലയിലാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പേരിലുള്ള വ്യത്യാസം, അതുപോലെ ആധാറിലുള്ള പേരും ബാങ്കിലെ പേരും തമ്മിലുള്ള പ്രശ്നം, അതായത് മാറ്റം, ചെറിയൊരു ഇനീഷ്യൽ പോലും അതൊരു പ്രശ്നമായി വരും. അതുപോലെ പഴയ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ, ക്ലോസ് ആക്കിയ, അതായത് ആക്ടിവേറ്റ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആധാർ ലിങ്കേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ പല കാരണങ്ങളും പേയ്മെന്റ് പ്രോസസ്സിങ്ങിനെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ PM കിസാൻ സൈറ്റിൽ പേര് കണ്ടു അതെല്ലാം ഓക്കെ ആണ് എന്ന് കരുതരുത്. ബാങ്ക് സൈറ്റ് ഡീറ്റെയിൽസും കൂടെ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ലാൻഡ് സീഡിംഗ് ആണ്. PM കിസാൻ ഒരു ലാൻഡ് ഹോൾഡിംഗ് ഫാർമർ ഫോക്കസ് സ്കീം ആയതുകൊണ്ട് ബെനിഫിഷ്യറി റെക്കോർഡിൽ ലാൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ നിർണായകമാണ്. അതായത് പോർട്ടൽ ബെനിഫിഷ്യറി എലിജിബിലിറ്റി പരിശോധിക്കുമ്പോൾ ഭൂമി സംബന്ധമായ വിവരങ്ങളും റെക്കോർഡ് വെരിഫിക്കേഷനും നിർണായകമാകും. അതിനാൽ നിങ്ങളുടെ ഭൂമി രേഖകളിൽ മാറ്റമുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. ഉദാഹരണത്തിന് ഭൂമി വിറ്റു, പുതിയ ഭൂമി വാങ്ങി, ഇൻഹെറിറ്റൻസ് വഴി ഭൂമി കൈമാറി, അതുപോലെ തന്നെ പേര് മാറ്റി, ലാൻഡ് റെക്കോർഡ് അപ്ഡേറ്റ് ആയി, അല്ലെങ്കിൽ കുടുംബത്തിലെ ലാൻഡ് ഓണർഷിപ്പ് സംബന്ധിച്ച് മാറ്റം വന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പഴയ ബെനിഫിഷ്യറി റെക്കോർഡ് സ്വാഭാവികമായി എല്ലായ്പ്പോഴും ശരിയാകുമെന്ന് കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ ലാൻഡ് റിലേറ്റഡ് സ്റ്റാറ്റസിൽ എന്താണ് കാണിക്കുന്നതെന്ന് പരിശോധിക്കണം. ഇനി നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, നിങ്ങളുടെ PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഔദ്യോഗിക പോർട്ടലിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ
കാണാൻ സാധിക്കും. അത് വെറും പേര് കാണാനുള്ള സംവിധാനം മാത്രമല്ല, നിങ്ങളുടെ ഒഫീഷ്യൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, പേയ്മെന്റ് സ്റ്റാറ്റസ്, നിങ്ങളുടെ ബാങ്കിന്റെ പേര്, UTR നമ്പർ, അതുപോലെ ബാങ്ക് പേയ്മെന്റ് മോഡ് എങ്ങനെയാണ്, അതുപോലെ അക്കൗണ്ടിൽ പണം വന്നോ, ക്രെഡിറ്റ് ഓൺ ആണോ എന്നുപോലുള്ള അക്കൗണ്ട് പേയ്മെന്റ് വിവരങ്ങൾ കാണാനുള്ള ഒരു സൗകര്യമാണ് ഈ നോ യുവർ സ്റ്റാറ്റസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കർഷകർ പണം വന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നത്. അതുപോലെ പേയ്മെന്റ് ഇനീഷ്യേറ്റഡ് ആണോ, ക്രെഡിറ്റഡ് ആണോ, ബാങ്ക് ഇൻഫർമേഷൻ എന്താണ്, UTR നമ്പർ ഉണ്ടോ, അക്കൗണ്ട് ക്രെഡിറ്റ് ഡേറ്റ് ഏതാണ്, ഇങ്ങനെ ഒഫീഷ്യൽ ഡാറ്റ നോക്കിയാണ് പ്രശ്നം എവിടെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ലളിതമായി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. PM കിസാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറന്നിട്ട് അവിടെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക. ക്യാപ്ച കോഡ് ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ സ്റ്റാറ്റസ് പേജ് നിങ്ങളുടെ OTP നിങ്ങളുടെ KYC രജിസ്റ്റർ മൊബൈലിലേക്ക് അയക്കുന്ന രീതിയിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് പേയ്മെന്റ് ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വ്യൂവേഴ്സ് ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഗൂഗിളിൽ കിട്ടുന്ന പല ലിങ്കുകൾ ഉണ്ടാവും, അതിൽ പോയി തുറക്കരുത്. PM കിസാന്റെ ഒഫീഷ്യൽ സൈറ്റായ pmkisan.gov.in എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാവും. അതിലാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ നിന്ന് വരെ പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം പല വ്യാജ അക്കൗണ്ടും ഉണ്ട്. അതിൽ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം പോകുന്ന വഴി അറിയില്ല. അതുകൊണ്ട് തന്നെ pmkisan.gov.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ പോകേണ്ടത്. അതുപോലെ തന്നെ പേയ്മെന്റ് സ്റ്റാറ്റസിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങളുടെ സ്റ്റാറ്റസ് പേജ് തുറന്നു നോക്കുമ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പേയ്മെന്റ് സ്റ്റാറ്റസ്, ബാങ്ക്, UTR നമ്പർ, അതുപോലെ എല്ലാം നിങ്ങൾക്ക് ക്രെഡിറ്റ് ഡേറ്റ്, അക്കൗണ്ട് ക്രെഡിറ്റ്, എല്ലാം ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുള്ള SMS വന്നില്ല എന്ന് മാത്രം നോക്കി പേയ്മെന്റ് ഇല്ല എന്ന് നിങ്ങൾ നിഗമനം ചെയ്യരുത്. ഒഫീഷ്യൽ പോർട്ടലിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് പരിശോധിക്കണം. പണം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ക്രെഡിറ്റ് എന്ന് കാണിക്കും. പിന്നെ ബാങ്ക് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്താത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ പോയി നിങ്ങളുടെ പണം ക്രെഡിറ്റ് ആണോ, ക്രെഡിറ്റ് ഡേറ്റ് എന്നാണ്, UTR നമ്പർ കാണുന്നില്ലെങ്കിൽ അത് നോട്ട് ചെയ്യുക, ബാങ്ക് നെയിം ശരിയാണോ നോക്കുക. ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റമാറ്റിക് കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യണം. ആദ്യം നിങ്ങൾ ആ ബാങ്ക് ഒഫീഷ്യൽ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം. ചില ഗുണഭോക്താക്കളുടെ പണം എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്യണം എന്നുള്ള സംശയം പലരും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒഫീഷ്യൽ PM കിസാൻ ഹോം പേജിൽ ഇപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് നോട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ചില സസ്പെക്റ്റഡ് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പറയുന്ന ഉദാഹരണത്തിനായി 2019 ഫെബ്രുവരി 1 ശേഷം ലാൻഡ് ഓണർഷിപ്പ് നേടിയ ചില കേസുകൾ, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾ ബെനിഫിറ്റ് സ്വീകരിക്കുന്ന കേസുകൾ എന്നിവ പരിശോധിക്കുന്നുണ്ടെന്നാണ് ഒഫീഷ്യൽ പോർട്ടൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കേസുകളിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നവരെ ബെനിഫിറ്റ്സ് ടെമ്പററി വിത്ത്ഹെൽഡ് ചെയ്യുമെന്നും അതുപോലെ പോർട്ടൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. അതായത് എനിക്ക് മുൻപ് കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം പേയ്മെന്റ് ഫ്യൂച്ചറിലും ഓട്ടോമാറ്റിക്കായി ജനറേറ്റഡ് എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളുടെ കറന്റ് എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സസ്പെക്റ്റഡ് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾക്ക് നോ യുവർ സ്റ്റാറ്റസ് വഴി പരിശോധിക്കുമെന്ന് ഒഫീഷ്യൽ പോർട്ടൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി കുടുംബത്തിലെ 2 പേർ നിങ്ങളുടെ PM കിസാൻ വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം, ഇത് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും 2 പേർക്കും PM കിസാൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽ മറ്റൊരു മെമ്പർക്കും ബെനിഫിറ്റ് ലഭിക്കുന്നു. ഇത് എല്ലായിടത്തും ശരിയാണെന്ന് കരുതരുത്. ഒഫീഷ്യൽ പോർട്ടൽ വഴി ഒരു കൂടുതൽ ഫാമിലി നിങ്ങളുടെ ഈ പണം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളെ സസ്പെക്റ്റഡ് കേസായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് സ്വയം പരിശോധിക്കണം. വർഷങ്ങളായി കിട്ടുന്നു, അതിനാൽ എനിക്ക് ഒന്നുമില്ല എന്ന രീതിയിൽ ആശ്വസിക്കരുത്. ഇനി നിങ്ങളൊരു മറ്റൊരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 9,000 രൂപയുടെ കേസ്, അതായത് PM കിസാൻ 9,000 രൂപ ആക്കിയോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഏകദേശം 6,000, അതായത് പല യൂട്യൂബ് വീഡിയോകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സപ്പ് സന്ദേശങ്ങളിലും 9,000 രൂപയാക്കി എന്ന് പറയുന്നത്. നിലവിലെ ഔദ്യോഗിക PM കിസാൻ വിവരങ്ങൾ അങ്ങനെ പറയുന്നില്ല. പദ്ധതിയിൽ നിലവിലെ സാമ്പത്തിക സഹായം ഒരു വർഷം 6,000 രൂപ, അത് തുല്യം 3 ഗഡുക്കളായി 2,000, 2,000, 2,000 അങ്ങനെ 6,000 രൂപയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. രേഖകളിൽ വർഷത്തിൽ 6,000 രൂപ 3 തുല്യ ഗഡുക്കളായി ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. അത്
മാറ്റിയതായി കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ 9,000 ലഭിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം 9,000 പക്ഷേ പല സംസ്ഥാനങ്ങളിലും ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ശ്രദ്ധേയമാണ്. അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഒരു കർഷകർക്ക് വേണ്ടി ഒരുമിച്ച് ഈ PM കിസാന്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു 2,000 രൂപ കൂടെ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 9,000 രൂപയുടെ കാര്യം പറയുന്നത്. 2026 ഓഗസ്റ്റ് 13 ലഭ്യമായ ഒഫീഷ്യൽ വിവരങ്ങളിൽ 24ാം ഇൻസ്റ്റാൾമെന്റിന്റെ എക്സാക്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. 23ാം ഗഡു ജൂൺ 20 വിതരണം ചെയ്തിരുന്നു. ഒഫീഷ്യൽ പോർട്ടലിൽ നോക്കുമ്പോൾ ഓഗസ്റ്റ് ടു നവംബർ 2026 ഈ ഒരു നമ്മുടെ ഈ 24ാം ഗഡു വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് 20 ഉറപ്പ് അടുത്ത ആഴ്ച എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വർഷങ്ങളായി PM കിസാൻ വാങ്ങിയിട്ടും റീസെന്റ് പേയ്മെന്റ് ഇഷ്യൂ ഉണ്ടായവർ, അതുപോലെ അങ്ങനെ KYC പൂർത്തിയാക്കാത്തവർ, ബാങ്ക് അക്കൗണ്ട് മാറ്റിയവർ, ആധാർ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് ചെയ്യാത്തവർ, ഇങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് കാണിക്കുന്നുള്ളത് നോക്കുക. പേയ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. ഒഫീഷ്യൽ പോർട്ടൽ തുറന്ന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് നോ യുവർ സ്റ്റാറ്റസ്, പേയ്മെന്റ് സ്റ്റാറ്റസ്, ബാങ്ക് നെയിം, UTR, KYC ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത PM കിസാൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. അതുപോലെ പല വാർത്തകളും നമ്മൾ ഒഫീഷ്യലായി ലഭിച്ചത് മാത്രമാണ് ഇവിടെ പറയുന്നത്. കൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.